നിങ്ങളൊരു സോഫ്റ്റ്വെയർ ടെക്നീഷ്യൻ ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ പറഞ്ഞ അൺലോക്ക് ടൂൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇങ്ങനെ മീറ്റ് ആൻഡ് സേഫ് എന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഇന്റേണൽ മെമ്മറിയിലെ ഡാറ്റാസ് ഒന്നും ലോസ് ആവുന്നില്ല. ഹായ്, ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ടാണ് വന്നത്. നിങ്ങൾ എല്ലാവർക്കും ഒന്നെങ്കിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഫാമിലിയിൽപ്പെട്ടവർക്കെല്ലാം ഈ ഒരു സാഹചര്യം വന്നിട്ടുണ്ടാകും. അത് മറ്റൊന്നുമല്ല, ഫോണിന്റെ പാസ്വേഡ് മറന്നു പോവാം, അല്ലെങ്കിൽ പാറ്റേൺ മറന്നു പോവാം. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ സാധാരണ അൺലോക്ക് ചെയ്യും. ആ സമയത്ത് നമുക്ക് വലിയൊരു നഷ്ടം ഉണ്ടാകും. നമ്മുടെ ഡാറ്റ, മുമ്പ് ഉപയോഗിച്ച ഡാറ്റകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ഡാറ്റ പോകാതെ അൺലോക്കിംഗ് മെത്തേഡ് നിലവിൽ അവൈലബിൾ ആണ്. ഈ വീഡിയോ കാണുന്ന പലർക്കും അറിയാം, അവർക്ക് ഈ വീഡിയോ വേണേൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരു നല്ല ശതമാനം ആൾക്കാർ ഇത്തരം ഐഡിയകൾ, അല്ലെങ്കിൽ ഇത്തരം മെത്തേഡുകൾ, ഇത്തരം റിപ്പയറിംഗ് ടിപ്സ് അറിയാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നത്. അപ്പൊ അത്രക്കാർക്ക് ഈ വീഡിയോ നമ്മൾ സമർപ്പിക്കുന്നു. അപ്പോൾ ഇന്ന് നേരെ ഫോൺടെക്കിന്റെ സർവീസ് സെന്ററിലല്ല, നമ്മൾ നേരെ നമ്മളുടെ പ്രിയങ്കരനായുള്ള ഷിൽ സാറിന്റെ അടുത്താണ് പോകുന്നത്. കാരണം പുള്ളിക്കാരൻ്റെ അടുത്ത് പോയാൽ പുള്ളിക്കാരൻ ചെയ്യുന്നത് മാത്രമല്ല, നമുക്ക് അത് കൃത്യമായി പഠിപ്പിച്ചു തരും. നമുക്ക് പഠിക്കണ്ടേ? അപ്പൊ തീർച്ചയായും നമുക്ക് ഷിൽ സാറിന്റെ അടുത്ത് പോവാം. ഓക്കെ, സാറിന്റെ ലഞ്ച് ബ്രേക്ക് ആണ്. അപ്പൊ ഈ സമയത്ത് നമ്മൾ എപ്പോഴും പോലെ തന്നെ ഇത്തരം നല്ല മുഹൂർത്തങ്ങൾ ഉപയോഗിക്കാം. ഷിൽ സാറേ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ സാറേ, ഇപ്പൊ ഞങ്ങളുടെ അടുത്തൊരു ഫോൺ ഉണ്ട്. ഇതൊരു കസ്റ്റമർ ഫോണാണ്. ടൈമും വളരെ കുറവാണ്. മേ ബി പുള്ളി ഇപ്പൊ ഒരു അരമണിക്കൂർ കൊണ്ട് ഇങ്ങോട്ട് എത്തും. ഞാൻ വളരെ കോൺഫിഡന്റോടി സാറിനെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് എടുത്തത്. ഇതില് ഒരു നമ്പർ ലോക്കാണ് കാണുന്നത്. പക്ഷെ ഇതിൽ വിലപ്പെട്ട കുറെ കുട്ടികളുടെ ഫോട്ടോസ് എല്ലാം ഉണ്ട്. സാർ ഇത് അൺലോക്ക് ചെയ്യണം. അൺലോക്ക് ചെയ്യാൻ സർവീസ് സെന്ററിൽ പോകാതെ സാറിന്റെ അടുത്ത് വരാനുള്ള വേറൊരു ദുരുദ്ദേശമുണ്ട്. ഇത് നമ്മളെ പ്രേക്ഷകർക്ക് പഠിപ്പിക്കണം. പഠിപ്പിക്കണം എന്ന് പറഞ്ഞാല് ഈ ക്ലാസ് എടുക്കുന്ന രീതി ആകാം, പക്ഷെ എന്ന് പറഞ്ഞാല് ഏതൊരാൾക്ക്, ഏതൊരു തുടക്കക്കാരനും കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം. തീർച്ചയായിട്ടും അതിലൊരു മറയും വെക്കരുത്. ഓക്കെ, നമ്മളെല്ലാം പ്രിയപ്പെട്ടവരാണ്. ഇതില് എന്താ പറയാ, നമുക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഫോൺടെക്കിന്റെ ലക്ഷ്യം. തീർച്ചയായും നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നോക്കാം. സാറേ, ലോക്കാണല്ലേ? ലോക്കാണ്. നമുക്ക് ഡാറ്റ സേവ് ചെയ്ത് വേണം അൺലോക്ക് ചെയ്യാൻ അല്ലേ? ഡാറ്റ സേവ് ചെയ്തിട്ട് വേണം അൺലോക്ക് ചെയ്യാൻ. ആദ്യം തന്നെ ഫോൺ ഓഫ് ചെയ്യാന്നുള്ളതാണ്. ഫോൺ ഓഫ് ചെയ്യാന്നുള്ളത് സാറേ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യണം. സാർ ഇങ്ങനെ മൗനം പാലിക്കരുത്. അത് ഫോണ് ഓഫ് ചെയ്തതിനു ശേഷം അൺലോക്ക് ടൂളിലാണ് നമ്മൾ ഇത് അൺലോക്ക് ചെയ്യുന്നത്. അൺലോക്ക് ടൂളില് നമ്മള് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് മീറ്റാ മോഡിലാണ് അത് ചെയ്യുക. മീറ്റാ മോഡിൽ ചെയ്യുന്ന സമയത്ത് ഇന്റേണൽ മെമ്മറിയിലെ ഡാറ്റാസ് ഒന്നും ലോസ് ആവുന്നില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി സംഭവിച്ചുകൂടാന്നൊന്നുമില്ല. ഫുൾ റീസെറ്റ് ആയി പോയി കൂടാന്നില്ല. എന്നാലും നമ്മൾ പറയുമ്പോൾ ഒരു 70% മാത്രമേ പറയണ്ടൂ. അപ്പൊ തീർച്ചയായും നമ്മൾ ഇത് ശ്രദ്ധിക്കണം. ആരും തന്നെ 100% ഡാറ്റ പോകില്ല എന്നാണ്. പ്രത്യേകിച്ച് സോഫ്റ്റ്വെയറിൽ നമുക്കൊരിക്കലും 100% റിസ്ക് നമ്മൾ എടുക്കരുത്. കസ്റ്റമറോട് ആ റിസ്ക് പറയണം. അപ്പൊ ഇത് A5S ആണ് സെറ്റ്. A5S ആണ്. നമുക്ക് അൺലോക്ക് ടൂളിന്റെ ഓപ്പോ എന്ന് പറഞ്ഞ ടാബ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ A5S എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പൊ അവിടെ രണ്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട് അൺലോക്ക് ടൂളിൽ. ഒന്ന് ബിറോം എന്നും അതിന്റെ താഴെ തന്നെ മീറ്റ എന്നും പറഞ്ഞിട്ട് മീറ്റ ആൻഡ് സേഫ്. ഇങ്ങനെ മീറ്റ ആൻഡ് സേഫ് എന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ടാബിൽ മാത്രമേ, അതായത് ആ മോഡൽ നമ്പർ സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് സേഫ് ആയിട്ട് മീറ്റ മോഡലിൽ ഈ ഒരു ലോക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് വിത്തൗട്ട് ഡാറ്റ ലോസിൽ. ബിറോമിൽ എന്തായാലും ഡാറ്റ ലോസ് ആവും. അതുകൊണ്ട് നമ്മൾ മീറ്റ മോഡിലേക്ക് സെലക്ട് ചെയ്യാന്ന്. മീറ്റ മോഡ് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ സേഫ് ഫോർമാറ്റ് കീപ്പ് ഡാറ്റ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. കണ്ടില്ലേ സാറേ? അതിന്റെ ഇടയിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ. കാരണം പറഞ്ഞാല് ഈ അൺലോക്ക് ടൂൾ ഒരു സംഭവമല്ലേ? അതെ, തീർച്ചയായിട്ടും. നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ വീഡിയോ വേണ്ടേ? പിന്നെ നെക്സ്റ്റ് ടൈം ചെയ്യാം. അങ്ങനെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം അൺലോക്ക് ടൂൾ. കാരണം എന്ന് പറഞ്ഞാൽ ഈ നിലവിൽ ഹാർഡ്വെയർ റിപ്പയർ മാത്രം ചെയ്യുന്ന ഒരുപാട് ടെക്നീഷ്യന്മാരുണ്ട്. സോഫ്റ്റ്വെയർ എന്നെ കൊണ്ട് പറ്റുകയില്ല എന്ന് പറയുന്നത് ചിന്തിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അൺലോക്ക് ടൂൾ ഉപയോഗിച്ച് പല കാര്യങ്ങൾ ചെയ്യാൻ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഒരുപാട് മോഡലുകൾ സപ്പോർട്ടഡ് ആണ് അല്ലെ? ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ടൂളാണ്. ഒരു ഇയറിലേക്ക് ചെറിയൊരു തുക മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യൂ. അതെ, വളരെ ചെറിയൊരു തുകയെ വരുന്നുണ്ട്. ഏകദേശം ബിലോ ഒരു 4000 ഉള്ളിൽ 1 ഇയർ ആക്ടിവേഷൻ. 1 ഇയർ ആക്ടിവേഷൻ വെറും 4000 ഉള്ളിൽ. ഇത്രയും ലോ പ്രൈസിൽ നിങ്ങളൊരു സോഫ്റ്റ്വെയർ ടെക്നീഷ്യൻ ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ പറഞ്ഞ അൺലോക്ക് ടൂൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ തീർച്ചയായും ഞാൻ അതിനിടയിൽ ബ്രേക്ക് ചെയ്തു. സാറേ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമ്മള് ഈ ഓപ്പോന്റെ ടാബിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സേഫ് ഫോർമാറ്റ് കീപ്പ് ഡാറ്റ. യെസ്, ഈ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഹാൻഡ്സെറ്റ് ഓഫ് ആയിരിക്കണം. ഓഫ് ചെയ്തതിന് ശേഷം വോളിയം അപ്പ് ആൻഡ് ഡൗൺ ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ കേബിള് കണക്ട് ചെയ്ത് കൊടുക്കുക. കേബിൾ കണക്ട് ചെയ്യുമ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫോൺ മീറ്റ മോഡിലേക്ക് എൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. മീറ്റ മോഡിൽ എൻ്റർ ആയി. ഒരു ഫെയിലിയർ വന്നിട്ടുണ്ട്. ഇത്
ആൻസെറ്റ് മീറ്റ മോഡായി, പക്ഷേ അവിടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. അവിടെ ഡിസ്കണക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. വീണ്ടും സെയിം ഓപ്ഷൻ ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ മതി. സേവ് ഫോർമാറ്റ് ആൻഡ് കീപ്പ് ഡാറ്റ ഓപ്ഷൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്താൽ മതി. ഇപ്പൊ സക്സസ്ഫുള്ളി ആയി. കണ്ടില്ലേ? ആ സ്ക്രീനിലേക്ക് ഒന്ന് നോക്കൂ. അവിടെ ശരിക്കും കാണാം നിങ്ങൾക്കത്. അത് അവിടെ സേവ് ഫോർമാറ്റ് ഓക്കെ എന്ന് പറഞ്ഞു. ആൻസെറ്റ് റീബൂട്ട് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ നേരത്തെ മുമ്പ് കണ്ട എറർ നിങ്ങൾ അത് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ചെറിയ ബഗ്ഗുകളാണ്. അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫോൺ മീറ്റ മോഡിൽ എൻ്റർ ആയി കഴിഞ്ഞാൽ ആ ഓപ്ഷൻ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ വൈപ്പ് ഡാറ്റ നടക്കുന്നുണ്ട്. ഫോണിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കണ്ടില്ലേ? വൈപ്പ് ഡാറ്റ ഇത് നോർമലായിട്ട് വൈപ്പ് ചെയ്യാന്ന് സ്ക്രീൻ ലോക്കിനെ മാത്രം ഇന്റേണൽ മെമ്മറിനെ അവിടെ കീപ്പ് ചെയ്യുകയും ചെയ്യും. നമുക്കിത് പൂർണ്ണമായിട്ട് ഓൺ ആയതിനു ശേഷം നമുക്ക് നോക്കാം. ഓക്കെ സാറേ, നമ്മൾ ഈ ഫെയിൽ നമ്മൾ ഈ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു തുടക്കക്കാരന് അപ്പം തന്നെ ടെൻഷൻ ആവും. അതിൽ ടെൻഷൻ ആവണ്ട, അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ ഓപ്ഷൻ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ എക്സ്പ്രഷൻ ഞാൻ പറയാൻ കാരണം അതാണ്. സാർ അങ്ങനെ വ്യക്തമാക്കി പറഞ്ഞതുകൊണ്ട് വലിയ ഉപകാരം. ഓക്കെ, താങ്ക് യു സാർ. ഇതിൽ ഡാറ്റ ഉണ്ടാവോ? ഡാറ്റ ഷുവർ ആയിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും ചെക്ക് ചെയ്താൽ പരിപൂർണ്ണമായിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് അറിയാൻ പറ്റത്തുള്ളൂ. സാറ് ഒരുപാട് ഫോണുകൾ ഇതേപോലെ ഡാറ്റ പോകാതെ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ സാർ ഇപ്പൊ പറഞ്ഞതിന് വെരി എന്നാൽ റെസ്പെക്ട്ഫുൾ ആയിട്ട് തന്നെ എടുക്കണം. കാരണം ഒരു തുടക്കക്കാരൻ പോയി അതെ ഡാറ്റ പോകാതെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ട്രബിൾ കാരണം ഡാറ്റ നഷ്ടപ്പെട്ട അവൻ ആശങ്കപ്പെട്ട് നിൽക്കുന്നുള്ളൊരു സാഹചര്യം മനസ്സിലാക്കിയാണ് സാറ് പറഞ്ഞത് എന്താണ് നിങ്ങൾ റിസ്ക് പറയണമെന്ന്. അതാണ് ഏറ്റവും സേഫ് മെത്തേഡ്. റിസ്ക് പറയാതെ നമ്മൾ ചെയ്ത് തന്നെ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ എന്ത് കാര്യം എസ്പെഷ്യലി ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും സോഫ്റ്റ്വെയർ ആണെങ്കിലും ഹാർഡ്വെയർ ആണെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും കസ്റ്റമറുടെ അടുത്ത് ആ ഒരു റിസ്ക് ഉണ്ടെങ്കിൽ ആ റിസ്ക് മുന്നിൽ കണ്ടുകൊണ്ട് പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് പിന്നെ ഒരുപാട് നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ശരി, നമുക്ക് നോക്കാം. ഓക്കെ, തീർച്ചയായിട്ടും. ഫോണായി വന്ന ടൈം എടുക്കും സാർ? ഏകദേശം എത്ര മിനിറ്റ്? ഇത് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോൺ റീസെറ്റ് ചെയ്ത് ആ ഒരു ടൈം ഒരു വെർട്ടിക്കൽ ടൈം വരും. ഇപ്പൊ ആൻസെറ്റ് ഓൺ ആയിട്ടുണ്ട്. നമുക്ക് കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോവാം. കണ്ടിന്യൂ ചെയ്തു, സ്കിപ്പ് ചെയ്തു, സ്കിപ്പ് ആയിട്ടുണ്ട്. സ്കിപ്പ്. പിന്നെ നമ്മൾ അവിടെ തന്നെ കണ്ടിന്യൂ ഓപ്ഷൻ വരുന്നുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യാം. ഈ സ്റ്റാർട്ടപ്പ് സെറ്റിംഗ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫോണിന്റെ ഉള്ളിലേക്ക്, അതായത് പിന്നെ ഗാലറിയിലേക്ക് കയറിയാൽ നമുക്കറിയാം അവിടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അവിടെ സേഫ് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം തന്നെ ആൻസെറ്റ് ഓൺ ആയിട്ടുണ്ട്. കണ്ടല്ലോ? ഇവിടെ നമ്മൾ ഗാലറി എടുക്കുക, ഗാലറി ഓപ്ഷൻ എടുക്കുക. ഗാലറി പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ പറയാനുള്ളത്, നമ്മൾ റീസെറ്റ് ചെയ്ത പാടന്നെ ഇങ്ങനെ ഇതിലേക്ക് എന്തുണ്ടാവില്ല, ഫുള്ള് ഡാറ്റ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ആ ഫയൽ സിസ്റ്റം റീഅറേഞ്ച് ചെയ്യുന്ന സമയം വരെ നിങ്ങൾ ഒരു 5 മിനിറ്റുകൾ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പൊ കണ്ടില്ലേ? അത്രയും സമയം കഴിഞ്ഞപ്പോൾ ആ ഒരു ഫോട്ടോസ് ഒന്നും നഷ്ടപ്പെട്ടില്ല. ഇന്റർണൽ മെമ്മറിയിലെ ഫോട്ടോസ് ഒക്കെ സേഫ് ആണ്. ഓക്കെ, വെൽക്കം. അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. റീസെറ്റ് ചെയ്ത് ഫോൺ നോർമലായ പാട് തന്നെ, അതായത് ഉടനെ തന്നെ നിങ്ങൾ ഗാലറി പോയി നോക്കുമ്പോൾ ആ ഫയൽ സിസ്റ്റം റീഅറേഞ്ച് ചെയ്യുന്നതിന്റെ സമയം വരെ കാത്തിരിക്കണം. എന്നിട്ട് ശേഷം മാത്രമേ നിങ്ങൾ കൺഫേം ചെയ്യാവൂ ഡാറ്റ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇല്ലേ എന്നുള്ളത്. ഇത്തരം നല്ല കണ്ടന്റുമായി കാണുന്നത് വരെ വിട പറഞ്ഞുകൊണ്ട് ഞാനും ശീൽ സാറും പിന്നെ ഫോൺടെക് എഡ്യൂക്കേഷനും ബൈ.